ചാപ്റ്റർ രാസമാറ്റങ്ങൾ. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുന്നു. ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണ്. രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായി പുതിയ പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്, അതിനാൽ അതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. രാസമാറ്റത്തിൽ പുതിയ തന്മാത്ര രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും. മഗ്നീഷ്യം വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൽ താപവും പ്രകാശവും ഉണ്ടാകുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്നിവ ഉണ്ടാകുന്നു. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ താപ ആഗിരണ പ്രവർത്തനങ്ങൾ. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശം ആഗിരണം ചെയ്താണ് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ഗ്ലൂക്കോസാണ് സസ്യങ്ങൾ അന്നജവും മറ്റുമായി സംഭരിക്കുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്രകാശോർജം പുറത്തുവിടുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കുന്നത്. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ബയോലൂമിനിസെൻസ്. ബയോലൂമിനിസെൻസ് പ്രവർത്തന ഫലമായി ഉത്സർജിക്കുന്ന ഊർജത്തിന്റെ 95% പ്രകാശോർജമാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹരിത സസ്യങ്ങൾ ആവശ്യമാണ്. പ്രകൃതിയിൽ ആഹാര നിർമ്മാണശാലകളാണ് ഇലകൾ. സസ്യങ്ങളിൽ ഹരിതകണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലുമൊക്കെ സംഭരിക്കപ്പെടുന്നത്. ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഹരിത സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്നത് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. വൈദ്യുതി കടന്നുപോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസ സെല്ലുകൾ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ വൈദ്യുത ലേപനം എന്ന് വിളിക്കുന്നു. വൈദ്യുത ലേപനം വൈദ്യുത രാസപ്രവർത്തനമാണ്. രാസപ്രവർത്തനങ്ങളിൽ താപം, വൈദ്യുതി, പ്രകാശം എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളുമുണ്ട്. ഊർജം ആഗിരണം ചെയ്യുന്നവയെ ഊർജാഗീരണ പ്രവർത്തനങ്ങൾ എന്നും ഊർജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ ഊർജമോചക പ്രവർത്തനങ്ങൾ എന്നും വിളിക്കുന്നു. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനത്തിലെ പ്രധാന ഊർജമാറ്റമാണ് താപോർജം പുറത്തുവിടുന്നു എന്നത്. ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും ഊർജമാറ്റം നടക്കുന്നു. ഏത് ഊർജ്ജരൂപമാണ് പ്രധാനമായും പുറത്തുവിടുകയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്, ആ രൂപവുമായി ബന്ധപ്പെട്ട പേരിലായിരിക്കും ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനമാണ് താപരാസപ്രവർത്തനം. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് സെല്ലുകളിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന സെൽ ഡ്രൈ സെൽ. വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ മെർക്കുറി സെൽ. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ നിക്കൽ കാഡ്മിയം സെൽ. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ ലിഥിയം അയോൺ സെൽ. ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികളിൽ
പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസ പ്രവർത്തനത്തിൽ അവ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. അയോണുകളുടെ ചാർജുകളുടെ അടിസ്ഥാനത്തിൽ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടുപിടിക്കാം.